കഴിഞ്ഞ ദിവസം പത്മശ്രീ ലഭിച്ച ഓമനക്കുട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചത് മറ്റൊരു പത്മശ്രീ ജേതാവായ പ്രൊഫസർ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. ജോർജ് ഓണക്കൂർ സാർ തന്നെയാണ് ഓമനക്കുട്ടിയെ ആദരിച്ചത്. ഇപ്പോഴത് വിഷയമാക്കുന്ന കാര്യം മറ്റൊന്നാണ്. കവി എ അയ്യപ്പന്റെ പേരിലുള്ള സാംസ്കാരിക സമിതിയാണ് ഈ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചതും ഓമനക്കുട്ടിയെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. അവിടെയാണ് കേരളീയ ദർശന്റെ കാഴ്ചപ്പാടിലൂടെ ചില കാര്യങ്ങൾ പറയാനുള്ളത്. എ അയ്യപ്പന്റെ മരണം, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തുക്കളെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നവർ ജീവിച്ചിരുന്ന അയ്യപ്പനെ അവഗണിച്ചവരാണ്. കാരണം അയ്യപ്പന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാനുള്ള കാശ് കൊടുക്കേണ്ടി വരുമെന്നുള്ള ഭയം, അല്ലെങ്കിൽ ഒരു ചായ വാങ്ങി കുടിക്കുന്നതിനുള്ള കാശ് കൊടുക്കേണ്ടി വരും എന്നുള്ള ഭയത്താലാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെന്ന് അവകാശപ്പെട്ടവർ അയ്യപ്പനെ കാണുമ്പോൾ വഴിമാറി നടന്നത്. ഈ ഒരു ദുരാവസ്ഥ അനുഭവിക്കേണ്ടി വന്നത് ജോൺ എബ്രഹാമിനാണ്. ജോൺ എബ്രഹാം മരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ജോൺ എബ്രഹാമിന്റെ ആത്മമിത്രമെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന ആൾക്കാര് ജോണിനെ കാണുമ്പോൾ മുഖം തിരിച്ചു നിന്നവരും വഴിമാറിപ്പോയവരുമാണ്. കാരണം പോക്കറ്റിൽ നിന്നും 10 രൂപ സ്വാതന്ത്ര്യത്തിലൂടി ജോൺ എബ്രഹാം എടുക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് അവരെല്ലാം മാറി അകന്നുപോയത്. മറ്റൊരു അർത്ഥത്തിൽ ഈ അവസ്ഥ തന്നെയായിരുന്നു എ അയ്യപ്പന്റെ അവസ്ഥ. എ അയ്യപ്പൻ അവസാനം ആരുമില്ലാതെ അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ആരുമില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഒരിക്കൽ തിരുവനന്തപുരം സ്റ്റാച്യുവിൽ സെക്രട്ടേറിയറ്റിന്റെ തെക്കേയറ്റത്തുള്ള ഗേറ്റിന് സമീപം ഒരു പ്രസിദ്ധ അറിയപ്പെടുന്ന ഒരു കോളേജ് അധ്യാപകനും പേരിന്റെ ആദ്യം ഡോക്ടർ എന്ന് കൂടിയുള്ള ഒരു എഴുത്തുകാരനോട് എനിക്ക് വിശക്കുന്നൊരു 50 രൂപ താ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ആ എഴുത്തുകാരൻ എന്റെ കൈവശം കാശില്ല അയ്യപ്പ എന്ന് പറഞ്ഞ് തീരുമ്പോഴാണ് ഞാൻ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ എന്നോട് നീയെങ്കിലും അണ്ണൻ 50 രൂപ തടാ, അണ്ണന് വിശക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് 50 രൂപ കൊടുത്ത ഒരു സാഹചര്യം. ആ 50 രൂപയും വാങ്ങിക്കൊണ്ട് അയ്യപ്പൻ അങ്ങോട്ട് പോയി. ഇത് പറയാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, അയ്യപ്പന്റെ മരണശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കോളേജ് അധ്യാപകൻ ഭാഷാ പോഷണി മാഗസിനിൽ അയ്യപ്പനെ കുറിച്ച് ഒരു ലേഖനം എഴുതി 2000 രൂപ കൈപ്പറ്റിയ കാര്യവും എനിക്കറിയാം. അപ്പൊ ഇതായിരുന്നു അയ്യപ്പന്റെ അവസ്ഥ. തമ്പാനൂര് എന്തിനോ കുഴിയെടുത്തിട്ടിരുന്ന, കേബിളോ മറ്റോ ഒന്നോ ഇടുന്നതിന് വേണ്ടി കുഴിച്ചിട്ടിരുന്ന ആ ചെറിയ കുഴിയിൽ, ആ കുഴിയെടുത്ത മണ്ണിൽ അയ്യപ്പൻ വീണ് കിടന്ന് മുഖത്ത് മണ്ണ് പുരണ്ട് അവസാനം ഉറുമ്പ് അരിച്ചു കിടന്ന അയ്യപ്പനെ
അതുവഴി കടന്നുപോയ നൂറുകണക്കിന് ആൾക്കാർ കണ്ടിട്ടും കണ്ടില്ല നടിച്ചു. അവസാനം ആരോ എടുത്ത് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുചെന്ന ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് മരിച്ചുപോയി എന്നറിയുന്നത്. അതുവഴി കടന്നുപോയ ആരോ ആണ് ഇത് അയ്യപ്പനാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് അയ്യപ്പൻ മരിച്ചു എന്നും ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും എല്ലാം പുറം ലോകം അറിയുന്നു. അതിന് ഏതാനും ദിവസം, അദ്ദേഹം മരിക്കുന്നതിന് ഈ സംഭവത്തിന് ഏതാനും ദിവസം മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ തെക്കേയറ്റിന് സമീപമുള്ള ഒരു ബാർ ഹോട്ടലിൽ ആ ഹോട്ടലിലെ ജീവനക്കാർ അയ്യപ്പന്റെ ഇരു കാലിലും തൂക്കിയെടുത്ത് ഇരു കൈയിലും തൂക്കിയെടുത്ത് വലിച്ചിഴച്ച് റോഡിൽ കൊണ്ട് കളയുന്ന കാഴ്ച കണ്ടു നിന്നവരാരും പ്രതികരിച്ചില്ല. കണ്ടു നിന്നവർക്കെല്ലാം അയ്യപ്പനെ അറിയാം. പക്ഷേ ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അയ്യപ്പൻ ജീവിച്ച് അന്ത്യശ്വാസം വലിച്ചത്. ആ അയ്യപ്പൻ ഇന്ന് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. അയ്യപ്പന്റെ പേരിൽ പുരസ്കാരങ്ങൾ ഉണ്ടാവുന്നു. അയ്യപ്പന്റെ പേരിൽ കലാസമിതികൾ ഉണ്ടാവുന്നു. അയ്യപ്പനെ ആദരിക്കുന്നു. അയ്യപ്പന്റെ കലാസമിതിയുടെ പേരിൽ മറ്റ് ചിലരെ ആദരിക്കുന്നു. അതിനോടൊന്നും വിയോജിപ്പുണ്ടായിട്ടല്ല ഇങ്ങനെയെല്ലാം പറഞ്ഞത്. കാരണം ജീവിച്ചിരുന്ന അയ്യപ്പനെ അവഗണിച്ചവരാണ് എല്ലാവരും എന്ന് പറയുന്നതാവും ശരി. അതുകൊണ്ടാണ് അയ്യപ്പന്റെ പേരിൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തി. ചിലപ്പോൾ ആ പുരസ്കാരങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നതും ഈ പുരസ്കാര ജേതാവ് തന്നെ ആയിരിക്കാം. പക്ഷെ അയ്യപ്പൻ ജീവിച്ചിരുന്നപ്പോൾ അയ്യപ്പൻ തന്നെ പറഞ്ഞിട്ടുള്ളതും അത് കവിതാ രൂപത്തിൽ എഴുതിയതും അത് അച്ചടിച്ച് വന്നിട്ടുള്ളതും ആയ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കള്ളന്മാർ എന്റെ പേരിലും പുരസ്കാരങ്ങൾ കൊടുക്കും. അങ്ങനെ പുരസ്കാരങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്റെ പേരിൽ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി പിടിവെടുത്ത് കള്ളു കുടിച്ചിട്ടാവും ആ കള്ളന്മാര് പുരസ്കാരങ്ങൾ വാങ്ങി കൊടുക്കുന്നത്. ഇത് ഞാനിവിടുന്ന് വെറുതെ പറയുന്നതല്ല. അയ്യപ്പൻ എഴുതിയ ഒരു കവിതയിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു ജോണപ്രാവിന്റെയും അവസ്ഥ. ഇതെല്ലാം പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ പലരും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് സമൂഹത്തിലായാലും ഏത് സാംസ്കാരിക മേഖലയിലായാലും രാഷ്ട്രീയ മേഖലയിലായാലും അതുപോലെ കുടുംബങ്ങളിലായി ആയാൽ പോലും അതാണ് അവസ്ഥ. ജീവിച്ചിരിക്കുമ്പോൾ മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കാത്തവർ, ആഹാരം വാങ്ങിക്കൊടുക്കാത്തവർ, ചിലപ്പോൾ അവര് മക്കൾ തന്നെയാവാം. മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആ പിതാവിന്റെ അല്ലെങ്കിൽ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ബഹു ജോഡിയോടുകൂടി ബഹു അലങ്കാരത്തോടുകൂടി നടത്തുന്ന കാഴ്ചകൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇതൊരു പൊതു സ്വഭാവമാണ്. ഇത് തിരുത്തണോ വേണ്ടയോ എന്നുള്ളത് സമൂഹമാണ് നിശ്ചയിക്കേണ്ടത്. നിർത്തുന്നു. നന്ദി.